സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഇത് നോക്കൂ, ഓണം സീരീസിലെ 3 ഐറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാമ്പാർ, മാങ്ങാ പച്ചടി വളരെ ടേസ്റ്റിയാണ്, ബീട്രൂട്ട് തോരൻ. ഈ 3 ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കുക്കർ സാമ്പാർ ഉണ്ടാക്കിയത് നോക്കും. മുരിങ്ങക്കായ ഇട്ടിട്ടുള്ള സാമ്പാർ, മാങ്ങാ പച്ചടി, അതുപോലെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. കടുക്, മുളക്, ഉഴുന്നുപരിപ്പ് എല്ലാം ഇട്ടു, അത് പൊട്ടിച്ചു. അപ്പോൾ അതിന് ഇത് ബീട്രൂട്ട് അരിഞ്ഞത് അതിലിട്ടു. നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞ് അത് വേവണം വരെ അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് ബീട്രൂട്ട് തോരൻ തയ്യാറായി. നാളികേരം ഇട്ടിട്ട് നല്ല പോലെ ഇളക്കണം കേട്ടോ. നല്ല പോലെ നാളികേരം ഇടുന്നു, നല്ല പോലെ ഇളക്കണം. അത് എല്ലാ വശത്തും നാളികേരം എത്തണം, എന്നാലേ തോരന് സ്വാദുള്ളൂ. അതുകൊണ്ടാണ് അത് ഇനി ബൗളിലേക്ക് ഞാൻ പകർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലോണം ഇളക്കും. ശരി, ഇപ്പം ശരിയായി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാം. അടുത്ത ഐറ്റം നമ്മുടെ ഈ പച്ചടിയാണ്, മാങ്ങാ പച്ചടി. അതിന് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് തേങ്ങയുണ്ട്, നാളികേരം, കടുക്, ഒരു പച്ചമുളകും കൂടിയിട്ട് അരയ്ക്കാൻ പോവാണ് ഞാൻ. അത് നല്ല പോലെ അരച്ചു. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരയ്ക്കുക കേട്ടോ. അതാണ് ഏറ്റവും ഈസി. അങ്ങനെ ഒത്തിരി വെള്ളം ഇത്തിരി തൈര് കൂടിയിട്ട് അരച്ചു. പിന്നെ എന്ത് ചെയ്തു വെച്ചെങ്കിൽ മിക്സിയിൽ അരയ്ക്കുക. അരച്ച് കഴിഞ്ഞിട്ട് മാങ്ങ അതിൽ പിന്നെ ഇടുക. മാങ്ങ അധികം അരിഞ്ഞു പോകാൻ പാടില്ല, തരുതരുന്നതിന് അരച്ചെടുക്കുക. കടുക്, മുളക് വറുത്തിടുക, കറിവേപ്പിലയും കൂടിയിട്ട് അത് ഇതിലൊഴിച്ചാൽ മാങ്ങാ പച്ചടി റെഡി. അടുത്ത് ചെയ്യാൻ പോകുന്നത് സാമ്പാറാണ്. നോക്കുക, കുക്കർ സാമ്പാർ. കുക്കറിൽ പരിപ്പ് വേവിച്ചതിട്ടു. കഷ്ണങ്ങൾ ഏത് കഷ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ. മുരിങ്ങക്കായ, വഴുതനങ്ങ, തക്കാളി എല്ലാം ഇട്ടിട്ട് ഞാൻ. അത് കഴിഞ്ഞു. അത് ഇതിൽ ഉപ്പിടണം, മഞ്ഞൾപ്പൊടി ഇടണം. ഇത്തിരി ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, വെള്ളം ഒഴിക്കുക, പുളിവെള്ളം ചേർക്കുക, പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുക, വേറെ ഒന്നും വേണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പുളി പിഴിഞ്ഞൊഴിക്കണം. പുളി പിഴിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞ് കുക്കർ അടച്ച് വെക്കണം കേട്ടോ. പുളി പിഴിഞ്ഞൊഴിക്കട്ടെ. ഇത് കഷ്ണങ്ങൾ ഉടയാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്നത്. പുളി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1 ടീസ്പൂൺ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം വെച്ചെങ്കിൽ കുക്കർ അടച്ച് വെക്കണം. വെള്ളം ചേർത്തിട്ട് കേട്ടോ കുക്കർ അടച്ച് വെക്കണം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു സ്റ്റീം വരണം, അതുവരെ കുക്കർ അടച്ചിട്ടോ. കുക്കർ അടച്ചിട്ടിട്ട് ഒരൊറ്റ സ്റ്റീമേ വരാൻ പാടുള്ളൂ കേട്ടോ. വിസിൽ ഒരെണ്ണേ വരാൻ പാടുള്ളൂ, അത് പ്രത്യേകം ആലോചിക്കണം. എന്നിട്ട് ഇപ്പം നോക്കൂ, വിസിൽ വന്ന് അവിടെ ഇരിക്കട്ടെ. കായപ്പൊടി ഇടാൻ മറക്കരുത്. കായപ്പൊടി ഇടാൻ ഞാൻ ഇപ്പം മറന്നു. കായപ്പൊടി ഇടാൻ മറക്കരുത്. അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് നല്ല പോലെ പാകാവട്ടെ. ഒരു വിസിൽ വന്നാൽ നിർത്തി. ഇതെവിടെ കടുകും, മുളക്, ഉലുവ, കരിവേപ്പില അത് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചു. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഇടാം. ഇതുവരെ സാമ്പാർ പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഏതെങ്കിലും സാമ്പാർ പൊടി നിങ്ങൾ മേടിക്കണ ഏതെങ്കിലും സാമ്പാർ പൊടി ഇടുക. അത് ഇട്ടൊന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ വേവിച്ച് വെച്ച സാമ്പാർ, കുക്കറിലുള്ള സാമ്പാർ അതിൽ ഒഴിക്കുക. കണ്ടോ, വേവിച്ച് വെച്ചാൽ ദാളും കഷ്ണങ്ങളും. വെള്ളത്തിന് അനുസരിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. അപ്പോൾ സുഗന്ധ സാമ്പാറിന് ടേസ്റ്റ് ആവും. നമുക്ക് നല്ല സാമ്പാർ തയ്യാറായി. സാമ്പാർ, പച്ചടി, ബീട്രൂട്ട് തോരൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഓണം സീരീസിൻ്റെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. ഈ വർഷത്തെ ഓണം നിങ്ങൾ എൻ്റെ കറികളൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കണം, അല്ലാണ്ട് പുറത്തൊന്നും വാങ്ങിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതെല്ലാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരും കേട്ടോ. അത് മറക്കരുത് കേട്ടോ. എല്ലാവരും ഓണം അടിപൊളിയായിട്ട് നടത്തണം. എല്ലാവർക്കും എൻ്റെ ഓണാശംസ.